ഇന്ത്യയുമായി ഏറ്റുമുട്ടി കനത്ത പരാജയം നേരിടേണ്ടി വന്ന പാകിസ്ഥാൻ നിലവിൽ സാമ്പത്തിക പ്രതിസന്ധിയിൽ ഉയരുകയാണ്. ജനം പട്ടിണിയിലാണ്. 44% പേരും ദാരിദ്ര്യത്തിൽ ഉയരുമ്പോൾ ഇപ്പോൾ പാകിസ്ഥാന്റെ പുതിയ ബഡ്ജറ്റ് പ്രഖ്യാപനം വന്നിരിക്കുന്നു. ആ ബഡ്ജറ്റ് പ്രഖ്യാപനത്തിൽ 18% ഈ പ്രതിരോധത്തിന് ബഡ്ജറ്റിലേക്ക് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. അതായത് 2025-26 വർഷത്തേക്ക് 2.5 ലക്ഷം കോടി രൂപയാണ് ആയുധങ്ങൾ വാങ്ങിക്കൂട്ടാൻ ഇപ്പോൾ പാകിസ്ഥാനിൽ വകയിരുത്തിയിരിക്കുന്നത്. US ഡിഫൻസ് ഇന്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം ചൈനയുടെ സഹായത്തോടെ കൂടുതൽ നശീകരണ ആയുധങ്ങൾ, പ്രത്യേകിച്ച് ആണവായുധങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ പാകിസ്ഥാൻ നടത്തുന്നത്. ചൈനയുടെ പക്കൽ ഏകദേശം 600ഓളം ആണവായുധങ്ങളുണ്ട് എന്നാണ് ഏകദേശ കണക്ക്. അത് 1000-ആക്കാൻ വളരെ വേഗത്തിലൊരു നീക്കം ചൈനയെ നടത്തുന്നുണ്ട്. ഇതിനിടയിലാണ് ചൈനയിൽ നിന്നും കൂടുതൽ നശീകരണ ആയുധങ്ങൾ, പ്രത്യേകിച്ച് ആണവായുധങ്ങൾ അടക്കം വാങ്ങുവാനും അവരുടെ സഹായത്തോടു കൂടി കൂടുതൽ ആണവായുധങ്ങൾ നിർമ്മിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇപ്പോൾ പാകിസ്ഥാൻ തുടങ്ങിയിരിക്കുന്നത്. ജനം പട്ടിണിയിൽ ഉഴറുമ്പോഴാണ് ഈ 2.5 ലക്ഷം കോടി രൂപ ആയുധങ്ങൾക്കായി ചെലവഴിക്കുന്നത്. ഏതായാലും ചൈനയുടെയും പാകിസ്ഥാന്റെ ഈ നീക്കം ജാഗ്രതയോടുകൂടി ഇന്ത്യ വീക്ഷിക്കുന്നു എന്നുകൂടി US ഡിഫൻസ് ഇന്റലിജൻസ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയുടെ പ്രാഥമിക ശത്രു ചൈനയാണ്. പക്ഷെ പാകിസ്ഥാനെ സംബന്ധിച്ച് അവർക്ക് നിലനിൽപ്പിന്റെ ഭീഷണി ഇന്ത്യയാണ് എന്നുള്ളതുമാണ് ഈ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. ഏതായാലും പാകിസ്ഥാനിൽ ഇപ്പോൾ വർദ്ധിപ്പിച്ചിരിക്കുന്ന ഈ പ്രതിരോധ ബഡ്ജറ്റ് വലിയ ചർച്ചയായി മാറുകയാണ് പാകിസ്ഥാനിൽ തന്നെ. കാരണം ജനം പട്ടിണി കൊണ്ട് പൊറുതിമുട്ടുമ്പോൾ ഫണ്ട് ഈ ആയുധങ്ങൾ വാങ്ങുന്നതിനാണ് വിനിയോഗിക്കുന്നത്. സാധാരണ പാകിസ്ഥാനിൽ ഇത്തരം ആയുധ കച്ചവടങ്ങൾ നടക്കുമ്പോൾ വലിയ രീതിയിൽ കമ്മീഷൻ അടിച്ചു മാറ്റുന്നത് അവിടുത്തെ സൈന്യമാണ്. ഈ ബഡ്ജറ്റിൽ തന്നെ ഒരു മഹാഭാഗം, സിംഹഭാഗവും അടിച്ചു മാറ്റുന്നത് ഭരണക്കാരും സർക്കാരും ചേർന്നാണ്. അത്തരത്തിലൊക്കെ ജനത്തിന് നന്നായി അറിയാവുന്ന ഒരു സാഹചര്യമാണ്. ഇവിടെ നിന്നാണ് ചൈനയിൽ നിന്നും കൂടുതൽ നശീകരണ ആയുധങ്ങൾ വാങ്ങാൻ പാകിസ്ഥാൻ തയ്യാറെടുക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.